നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വറ്റ വെച്ചിട്ടാണ് നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. മീൻകറി എപ്പോഴും ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കാം. അതേപോലെ തന്നെ വെളുത്തുള്ളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയും കൂടെ കുറച്ച് ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടിക്കോളും. അധികം വഴന്ന് കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂണ് മാത്രം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു കറിയിൽ. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അധികം എരിവില്ല, അത്യാവശ്യം നല്ല കളറും കിട്ടും. നമ്മളിത് ടീസ്പൂണിലാണ് കേട്ടോ ചേർക്കുന്നത്, അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം മുളക് പൊടി ചേർക്കുന്നതായിട്ട് തോന്നുന്നത്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ മീനിൻ്റെ ക്വാണ്ടിറ്റി, അതുപോലെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം ഒക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊത്തമായിട്ടുള്ള ഉലുവ ഇടണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉലുവേൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അത് ഈ സമയം നമുക്ക് ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ എത്രത്തോളം വഴറ്റുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റാണ്. പിന്നെ ചട്ടീൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല, ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ ചൂട് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടിടണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കറീൻ്റെ പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മസാല പച്ചക്കുത്ത് മാറാനായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കരിഞ്ഞൊന്നും പോവില്ല. അടുത്തായിട്ട് നമ്മൾ ഒരു ചെറിയ തക്കാളിയുടെ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തക്കാളിയുടെ പുളിനെക്കാട്ടും കൂടുതൽ കുടംപുളീൻ്റെ പുളിയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. നമ്മളെപ്പോഴും ഒരേപോലത്തെ മീൻ കറി ഉണ്ടാക്കിയിട്ട് ബോറടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മീൻ കറീസൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന മീൻ കറിയും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇത് നാട്ടിൽ നിന്നുള്ള കുടംപുളിയാണ് കേട്ടോ, നല്ല പുളിയാണ്. അധികം സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല പുളിയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വറ്റ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തലയും വാലും പീസസൊക്കെയാണ് കറിക്ക് എടുക്കുന്നത്. ബാക്കിയുള്ള പീസൊക്കെ നമ്മൾ വറക്കാനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റിൽ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്താൽ അടുത്തായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ അടച്ച് വെച്ച് വേവിച്ച് റെഡി ആയിട്ടുണ്ട്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.